ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾ തുറന്നുല്ലേ. അപ്പോൾ സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ ഇവിടെ കണ്ണൻ്റെ ലച്ചുവിൻ്റെ സ്കൂളിൽ വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അവരിവിടെ അടുത്ത് തന്നെയുള്ള ഗുഡ് വിൽ ഇംഗ്ലീഷ് സ്കൂൾ പൂക്കോടുംപാടത്താണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതാ 3-ാം തീയതിയാണ് കേട്ടോ തുറക്കണത്. അപ്പോൾ ഞങ്ങൾ ബസ്സിന് പോവാണ് കേട്ടൊന്ന്. ഇവിടെ ഏട്ടനില്ല, ഏട്ടന് മലപ്പുറത്താണ് പണി. അപ്പോൾ അവൻ്റെ സ്കൂളിൽ വെച്ചിട്ട് അവനൊരു അവാർഡുണ്ട്, അപ്പോൾ അത് വാങ്ങും വേണം. അപ്പോൾ അതാ ഞങ്ങൾ സ്കൂളിലൊക്കെ എത്തി. സ്കൂളിൻ്റെ മുന്നാട്ടത് ഇന്ന് സ്കൂൾ ബസ്സൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഇന്ന് അമ്പതിന് ദിവസം ആയതുകൊണ്ട് പ്രവേശനോത്സവം ഫസ്റ്റത്തെ ദിവസം അങ്ങനെയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അമ്മേൻ്റെ കൂടെയാണ് പറഞ്ഞിട്ട് കുട്ടികളിൻ്റെ ഒപ്പം തന്നെ പോന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സ്കൂളിൻ്റെ മുറ്റത്ത് നമ്മുടെ കണ്ണൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. അവന് കഴിഞ്ഞ വർഷം ഒരു MSATൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു, സ്കോളർഷിപ്പിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതിൽ 4th റാങ്ക് കിട്ടിയതാണ് കണ്ടോ, ശബരി EK. അപ്പോൾ അതിന് കിട്ടിയ കുട്ടികളെ ഫോട്ടോസ് ഇങ്ങനെ ഫ്ലെക്സ് ചെയ്തിട്ട് ഇങ്ങനെ മുറ്റത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രൗണ്ടിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചതാണ്. കയറി ചെല്ലുന്നിടത്തുനിന്ന് തന്നെ കാണും. അപ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, നമ്മളെ മക്കളെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ സ്കൂളിൻ്റെ മുറ്റത്തൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. പിന്നെ ഇതാ സ്കൂളിലേക്ക് ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ സ്റ്റേജിൽ ഇതേമാതിരി ട്രോഫിയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇവിടെ SLC പാസ്സായ കുട്ടികൾക്കുള്ള മൊമെൻറ്റോസും അതൊക്കെ ഉണ്ട് കേട്ടോ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ണനൊക്കെ പറഞ്ഞാൽ പ്രൊഫഷൻസി അവാർഡാണ് കേട്ടോ. അത് പറഞ്ഞാൽ ഓനിപ്പോൾ UKGക്കാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം LKGയിൽ 5 ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ആ 5 ഡിവിഷനിലും കൂടി എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുന്ന അവാർഡാണ് കേട്ടോ. അതുപോലെ തന്നെ സ്പോർട്സിലും ആർട്സിലും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾക്കും തന്നെ അവാർഡുകൾ കൊടുക്കും കേട്ടോ. അപ്പോൾ അതാ ഫംഗ്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ വെൽക്കം ഡാൻസ് ആണ് കേട്ടത്. ഇതിൻ്റെ മുന്നേ പ്രയറൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഡാൻസൊക്കെ. പിന്നെ ഇവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെ പേര് ബിന്ദു മാം എന്നാണ് കേട്ടോ. ഇവിടെ പറഞ്ഞാൽ പിന്നെ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ മാതിരിയാണ്. പിന്നെ പഠനത്തോടൊപ്പം തന്നെ എന്താ പറയുക, യോഗ ഉണ്ട്, തൈക്കോണ്ടോ ഉണ്ട്, അതേമാതിരി തന്നെ അബാക്കസൊക്കെ എല്ലാത്തിനും ഓരോ പീരീഡായിട്ട് തന്നെ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, കുറച്ച് ബാക്കിക്കൊക്കെ നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിന് ബാക്കിക്ക് നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ശനിയാഴ്ചകളിൽ റെമഡിയൽ ക്ലാസ് പറഞ്ഞിട്ട് അതും അവർ ചെയ്തെടുക്കും. അതിനൊക്കെ മിസ്സുമാർ വരും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ അബാക്കസൊക്കെ പറഞ്ഞാൽ ചില പാരൻസിനൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ മക്കൾക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അവർ പ്രത്യേകം ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഇനാഗുറേഷനൊക്കെ തുടങ്ങിയിട്ടോ. ഇനാഗുറേഷൻ ചെയ്യുന്നത് കരീം സാറാണ്, നമ്മുടെ മലപ്പുറം വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാസർ സാറുണ്ട്, പിന്നെ ബിന്ദു മാം ഉണ്ട്, പ്രിൻസിപ്പാള്, വൈസ് പ്രിൻസിപ്പാളുണ്ട്. പിന്നെ ഇതാ അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന കുട്ടികൾ 10th കഴിഞ്ഞ കുട്ടികളാണ് കേട്ടോ. ഇപ്രാവശ്യം 10th കഴിഞ്ഞ കുട്ടികളാണ്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഉദ്ഘാടനമൊക്കെ കഴിച്ചു. അപ്പോൾ അതാ കണ്ടോ, സ്കൂളിൻ്റെ മുറ്റാണ് ഇട്ടത്. പാരൻസും കുട്ടികളൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ അതാ അവർ KG സെക്ഷൻ ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയിട്ടു. അത് KG സെക്ഷൻ്റെ ബിൽഡിംഗ് ആണ്. അപ്പോൾ അവിടെ LKG കുട്ടികൾ ഇപ്പോൾ പുതുതായി ചേർന്നവർ ക്ലാസ്സിലേക്ക് കയറ്റിയിട്ടില്ല. അപ്പം ഞാൻ അവിടെ ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് ക്ലാസ് റൂമിലേക്ക് കയറ്റുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കുട്ടികൾക്ക് അവാർഡ് ദാനമൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, SLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിക്കൊക്കെ അവാർഡ് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് SLC പാസ്സായ എല്ലാ കുട്ടികൾക്കും മൊമെൻറ്റോ കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണനെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയതാണ് കേട്ടോ. അവാർഡ് വാങ്ങാനുള്ള കുട്ടികളൊക്കെ ഒരു സെക്ഷൻ ആക്കിയിട്ട് അങ്ങോട്ട് മാറ്റിയതാണ്. അപ്പോൾ വിളിക്കുമ്പോൾ എന്നാൽ സുഖമല്ലേ, കയറി ചെന്ന് വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ അതാ കണ്ടോ, അതുപോലെ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അതാ കണ്ണനെ വിളിച്ചു. അപ്പോൾ ഞാനും കണ്ണനും കൂടെ പാരൻസും കൂടെ ഒപ്പം ചെല്ലണം കേട്ടോ ട്രോഫി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടൻ ഇവിടെ അല്ല, ഏട്ടൻ മലപ്പുറത്താണ്, ഏട്ടൻ അവിടെയാണ് ഇപ്പോൾ പണി. പിന്നെ അതാ അവാർഡൊക്കെ വാങ്ങി ഞങ്ങൾ ക്ലാസ്സിലേക്ക് ചെന്നു. ക്ലാസ്സിൽ കയറ്റി. മിസ്സ് ലച്ചുവിനെ പഠിപ്പിച്ച മിസ് തന്നെയാണ് കേട്ടോ, നിജില മിസ്സാണ്. അപ്പോൾ അത് അവിടെ ഇരിക്കണം. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ അതേമാതിരിയൊക്കെ അവാർഡൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് അല്ലേ, നമ്മുടെ മക്കൾക്ക് ഇതേപോലെയൊക്കെ കിട്ടുമ്പോൾ.
അപ്പോൾ അതാ ഒരു കൊച്ചു വീഡിയോ ആണ്. ഞങ്ങളെ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ടൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്